നമസ്കാരം. പ്രധാന വാർത്തകൾ. PM ശ്രീ വിവാദം. മുഖ്യമന്ത്രി ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. ചർച്ചയ്ക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിരിക്കും. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രി വിളിച്ചാൽ സംസാരിക്കുമെന്നും ചർച്ചയ്ക്കുള്ള വാതിൽ എപ്പോഴും തുറന്നിരിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. LDF ആയി തന്നെ നിലനിൽക്കും. LDFന്റെ ഭാഗമാണ് CPIയും CPMും. ഇന്ന് ചേരുന്ന CPI എക്സിക്യൂട്ടീവിൽ വിശദമായ ചർച്ച നടക്കും. സമവായ നീക്കം ഉണ്ടോ എന്ന് അറിയില്ലെന്നും ഏറ്റവും ശരിയായ തീരുമാനം യോഗത്തിൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള തീരത്ത് ശക്തമായ കാറ്റ്. 5 ജില്ലകളിൽ പ്രത്യേക മുന്നറിയിപ്പ്. കേരള തീരത്ത് ശക്തമായ കാറ്റ്. മണിക്കൂറിൽ 74 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ബംഗാൾ ഉൾക്കടലിൽ മോന്ത ചുഴലിക്കാറ്റും അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം എന്നിങ്ങനെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ 5 ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ ഈ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ മറ്റു ജില്ലകളിലെല്ലാം മഞ്ഞ അലർട്ടാണ്. മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് തെറിച്ചു വീണു. ചേർത്തല സ്വദേശിക്ക് ദാരുണാന്ത്യം. അർത്തുങ്കൽ മത്സ്യബന്ധനത്തിനിടെ വള്ളത്തിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. തെക്ക് തുമ്പോളിശ്ശേരി പോൾ ദേവസ്ഥയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ വള്ളം ശക്തമായ തിരമാലകളിൽപ്പെട്ടതിനെ തുടർന്ന് തെറിച്ച് കടലിൽ വീഴുകയായിരുന്നു. ഇന്ന് പുലർച്ചെ അർത്തുങ്കൽ 1000 തൈ കടപ്പുറത്താണ് ഇദ്ദേഹം മത്സ്യബന്ധനത്തിന് പോയത്. കരയ്ക്കെത്തിച്ച ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തും. തുടർന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ. എടഗ്രാമ സ്വദേശി ഷിജോയാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കഴുത്തിനോട് ചേർന്നാണ് ഷിജോയ്ക്ക് കുത്തേറ്റത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട കരമന സ്വദേശി അജീഷാണ് പിടിയിലായത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതേസമയം പ്രതി പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നാണ് വിവരം. കൊലപാതകം നടന്ന വീട്ടിലെ താമസക്കാരനായ അജയന്റെ സഹോദരിയുടെ ഭർത്താവാണ് പിടിയിലായ അജീഷ്. പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക്. BJPയിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV സതീഷ്. പ്രമീള ശശിധരൻ പാലക്കാട് MLAയുമായി വേദി പങ്കിട്ടതിന്റെ പേരിൽ BJP നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അതിൽ യാതൊരു സംശയവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.